സാറ്റിൻ റിബൺ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ ചെയ്താലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 സെന്റിമീറ്റർ നീളത്തിലുള്ള കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിലേക്ക് റിബൺ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ രണ്ട് എൻഡും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. 20 ടൈംസ് ആണ് കേട്ടോ ഞാനിവിടെ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ നൂല് പൊന്താതിരിക്കാനായിട്ട് ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കാം. അതിനുശേഷം ഗ്ലൂഗൺ വെച്ചിട്ട് രണ്ട് എൻഡും സെന്ററിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതിന്റെ രണ്ട് എൻഡും സെന്ററിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ക്ലോത്ത് കൊണ്ട് ഒരു ഫ്ലവർ ചെയ്യുമെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു. അപ്പൊ ആ ഒരു ഫ്ലവർ ആണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ബാംബൂ സ്റ്റിക്കിലേക്ക് ഗ്രീൻ ടേപ്പ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ചെയ്തു വെച്ചിട്ടുള്ള റിബൺസ് ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്റെ എക്സ്പെക്ടേഷൻ ഒരു റോസ് ഫ്ലവർ ആയിരുന്നു, പക്ഷെ കിട്ടിയത് ഈ ഒരു ഫ്ലവർ ആണ്. എന്തായാലും ഫ്ലവർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും കമന്റും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ ബൈ.